അപ്പോൾ ഗൈസ് ഇന്ന് 60 ഡേ ഹാർഡ് ചലഞ്ചിൽ ഡേ 3 ആണ്. ഡേ 2 വരെ കംപ്ലീറ്റ് ചെയ്തു. ഡേ 2 കുറച്ച് ഇതുണ്ടായിരുന്നു. ഡേ 2 കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു കെമിസ്ട്രി. ഇന്നലെ അവിടെ ടിക്കറ്റിന് ഇപ്പോൾ ഏകദേശം 10 മണി ആവാനായിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ, ഒന്നും നേരം വൈകിട്ടാണ് എണീറ്റ്. 5 മണിക്കൊന്നും എണീക്കാൻ കഴിയുന്നില്ല. എന്താ അറിയില്ല. നാളെ ഡേ 4 ആണ്. നാളെ 5 മണിക്ക് എണീറ്റില്ലെങ്കിൽ പിന്നെ ഇത് ചെറുതായിട്ട് റൂൾസ് മാറ്റേണ്ടി വരും. പിന്നെ ഇന്നലെ ഡേ 1ഉം ഡേ 2ഉം ചെറുതായിട്ട് ഇതായിപ്പോയി. എന്താണ് യൂട്യൂബും കണ്ട് അറിയാതെ ഗെയിമും കളിച്ച് ഇപ്പോൾ ഗെയിമൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഡേ 3 മുതൽ അടിപൊളിയായി പഠിക്കണം. ഡേ 4 അടിപൊളിയായിരിക്കും. എന്തായാലും 5 മണിക്ക് എണീക്കണം. ഇതുവരെ റിവൈസും ചെയ്യില്ല, പാടങ്ങനെ പഠിച്ചു തീർത്തിട്ടുള്ളൂ. ഡേ 2 അവസ്ഥ. ഇനി ഡേ 3 ആണ്. ഡേ 3 ഇതാ സ്ലോട്ട് 1 ട്രിഗണോമെട്രി പാർട്ട് 1ഉം പാർട്ട് 2. 10 മണി ഇനി 1 മണി വരെ 12 3 മണിക്കൂറുള്ളൂ അതിനോട് തീർക്കണം. സ്ലോട്ട് 2 കെമിക്കൽ ഇക്വിലിബ്രിയം പാർട്ട് 1 ആണ്. പിന്നെ സ്ലോട്ട് 3 ഗ്രാവിറ്റേഷൻ പാർട്ട് 2. അപ്പോൾ ഇനി ഞാൻ വീഡിയോസൊക്കെ മാക്സിമം ചെറുതാക്കാൻ നോക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ഒക്കെ 17 മിനിറ്റ് ഉണ്ടായിരുന്നു ഡേ 1. അതിപ്പോൾ സ്പീഡൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ മതി. പറയുമ്പോൾ തന്നെ നല്ല സ്പീഡൊക്കെ ഉണ്ടാവും. സ്പീഡൊക്കെ കൂട്ടിയിട്ടാണ് 10 മിനിറ്റേക്കൊക്കെ ആക്കിയത്. അപ്പം ഇനി തുടങ്ങാൻ പോവാണ് പാർട്ട് 1. അല്ല പാർട്ട് 1 അല്ല കേട്ടോ, 3ഉം 4ഉം ആണ്. അപ്പോൾ ഗൈസ് മാത്സ് 3ഉം 4ഉം ആയിരുന്നു പാർട്ട്. ഇന്നലെ പാർട്ട് 1ഉം 2ഉം കണ്ടിരുന്നു. അപ്പോൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 10:45 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇതിന് 1 മണിക്കൂറിൻ്റെ ക്ലാസ് നമ്മൾ തീർത്തു. ഈ സാറ് ക്ലാസ് ട്രിഗണോമെട്രി നല്ല മനസ്സിലാവുന്നുണ്ട്, അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ പാർട്ട് 3 കുറച്ച് കൂടുതൽ പഠിക്കേണ്ടത്. കുറേ ഇത് എന്താ പറയുക, ഇക്വേഷൻസ് പഠിക്കാനുണ്ട് കുറേ. അതിൽ സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാനാണ്. ഇനിയിപ്പോൾ ചെയ്യണം. NCERT ബുക്കൊന്നും എൻ്റെ ഇല്ല, വാങ്ങണം. അപ്പോൾ എന്നിട്ട് ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പാർട്ട് 2 ഇപ്പോൾ തുടങ്ങും. ഒരു 5 മിനിറ്റ് ബ്രേക്ക്. ഇന്നാളത്തെ കുറച്ച് ഡേ 1 കുറച്ച് ബ്രേക്ക് കൂടിപ്പോയി എന്നാണ് തോന്നുന്നത്. ഇതധികം ബ്രേക്ക് ഉണ്ടാവില്ല. എന്തായാലും 5 മിനിറ്റ് ബ്രേക്ക്. അപ്പോൾ ഗൈസ് ട്രിഗണോമെട്രി പാർട്ട് 4 തുടങ്ങാൻ പോവാണ്. അപ്പോൾ തുടങ്ങി. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 1 മണി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 2 ഇതും പാർട്ടും തീർത്തിട്ടുണ്ട് മാത്സ്. ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് കഴിയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതാ ഓൾറെഡി നമ്മൾ കണ്ടിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ മറന്നു. കുറച്ചൊക്കെ ടഫ് ആയിരുന്നു. ട്രിഗണോമെട്രി അത്യാവശ്യം നല്ല ടഫാണ്. അതിൽ കുറേ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. 2 ടിക്ക് ഇടുക. ഇനിയിപ്പം 2 മണിക്കാണ് 1:50 തുടങ്ങും കെമിക്കൽ ഇക്വിലിബ്രിയം. അത്യാവശ്യം കുറേ പഠിക്കാനുണ്ട്. പുതിയ ചാപ്റ്റർ, ഏതാ ചാപ്റ്ററൊന്നും കൂടി എനിക്കറിയില്ല. +1 കെമിസ്ട്രിയിലൊക്കെ ഡിലീറ്റഡ് ആയ ചാപ്റ്ററാണെന്ന് തോന്നുന്നത്. അത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 1:50 തുടങ്ങും. അതിന് മുന്നേ ഇത്തിരി റിവൈസ് ചെയ്യാനുണ്ട്. അതൊന്ന് റിവൈസ് ചെയ്യണം. ഇത് മറ്റേ കെമിസ്ട്രി അല്ല ഫിസിക്സ് ഗ്രാവിറ്റേഷൻ നേരെ അടുത്ത് പാർട്ട് 1 ഒന്ന് റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ ബ്രേക്കാണ്, അല്ല റിവൈസ് ചെയ്യണം. അപ്പോൾ ഗൈസ് 2:10 ആവാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ തുടങ്ങാൻ പോവാണ് കെമിക്കൽ ഇക്വിലിബ്രിയം കെമിസ്ട്രിയിലെ പാർട്ട് 1. ഗൈസ് ഏകദേശം 2 മണിക്കൂർ 19 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോവാണ്. അപ്പോൾ ഗൈസ് 3:30 ആവാനായിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്ക് എടുക്കുകയാണ്.
ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ 11 മിനിറ്റ് അടുപ്പിച്ച് പഠിച്ചു കൂട്ടുക. നോട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കെമിക്കൽ ഇക്വിലിബ്രിയം എനിക്ക് അറിയാത്ത ചാപ്റ്ററാണ്, പക്ഷേ നന്നായി മനസ്സിലാവുന്നുണ്ട്. ഈ സാർ എടുക്കുന്നത് അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒന്നും പറയില്ല, ആദ്യത്തെ തവണ തന്നെ മനസ്സിലായിരുന്നു. ഇനിയിപ്പോൾ റിവൈസൊക്കെ ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ എത്ര മിനിറ്റ് ഉണ്ട്? 1 മണിക്കൂർ 36 മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ ബ്രേക്കാണ്. ഇനി എന്തായാലും 4 മണിയാവും. കുറച്ച് ടൈമുണ്ട്, എക്സസൈസ് ചെയ്യണം, പിന്നെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്തായാലും 1/2 മണിക്കൂറിനോട് കഴിയുമെന്ന് വിചാരിക്കാം. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 4:25 ആയിട്ടുണ്ട്. ബ്രേക്ക് കുറച്ച് കൂടിപ്പോയിന്. ഇനി ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണതാണ്. അപ്പോൾ ക്ലാസ് കാണാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 5:45 ആവാനായിട്ടുണ്ട്. ഇനിയുണ്ട് 56 മിനിറ്റ്. കഴിയുമെന്ന് തോന്നുന്നില്ല. 6 മണി 6:30 ഉള്ളിൽ. അപ്പോൾ മിക്സറും പഴമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ പാഠം +1 പഠിക്കാനുണ്ട്. എനിക്ക് തെറ്റിപ്പോയതാണ്. ഞാൻ പഠിച്ചിരുന്നു, അത് ഓർമ്മ ഇട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ ഇട്ട് ഈ കേസും KP ഒക്കെ കണ്ടപ്പോൾ ഞാൻ മറന്നുപോയി ആ പാഠം. എൻ്റെ അടുത്തുള്ളൊരു തെറ്റാണ്. അപ്പോൾ ഇനി ഹൈപ്പർ ലാബ്സിലൊക്കെ കഴിഞ്ഞില്ല, ചാർജിലായിട്ട് കുത്തിയിട്ടിരിക്കുന്നു. ഇനി എന്തായാലും ഇപ്പോൾ പഠിക്കാൻ തുടങ്ങി. 6:30 നിർത്തും. അപ്പോൾ കാണാം. അപ്പോൾ ഗൈസ് 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കഴിഞ്ഞില്ല കെമിസ്ട്രി. 2 മണിക്കൂർ 19 മിനിറ്റ് ഉണ്ട്. അത്യാവശ്യം വലിയൊരു പാർട്ട് തന്നെയാണ് ആദ്യത്തെ പാർട്ട്. അതിപ്പോൾ ഇനി എന്തായാലും 7 മണിക്ക് ഇനി തുടങ്ങണം. ഇനി എത്ര 30 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് 7 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു നമുക്ക്. ഏതാണ്? പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ. ഞാൻ പഠിച്ചിട്ടും കൂടി ഇല്ല. നല്ല വെറുതെ എഴുതണം. ടീച്ചർ പറഞ്ഞ് നിർബന്ധമാണ് എഴുതേണ്ടതെന്ന്. നമുക്ക് എല്ലാ ആഴ്ചയിലും വീക്കെൻഡ്സിലാണ് എക്സാം ഉണ്ടാവുന്നത്. പക്ഷെ ഇന്ന് എന്തോ സ്കൂൾ പൂട്ടിയുണ്ട്. ഇപ്പോൾ ഇന്നെന്താ ആഴ്ച? അന്നും ബുധനാഴ്ച എക്സാം വന്നത്. എന്തായാലും എക്സാം എഴുതി നോക്കട്ടെ. അപ്പോൾ ഗൈസ് എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളത്തെ അറിവ് വെച്ചിട്ട് മാത്സൊക്കെ സ്കൂളത്തെ അറിവ് വെച്ചിട്ടാണ് എഴുതി. എന്താവുന്നല്ല, എന്തായാലും 5 ക്വസ്റ്റ്യനൊക്കെ എഴുതിന്. 5-6 എഴുതിന്. മാർക്ക് ഇപ്പോൾ വരും നോക്കാം. ഐഷ് 4 ഇൻകറക്റ്റ്. എത്ര മാർക്കാ? 8 മാർക്ക് കിട്ടി ഗൈസ്. 100-ൽ 8 മാർക്ക്. എന്നാ ചെയ്യാനാ? അപ്പോൾ ഗൈസ് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് ക്ലാസ് എടുക്കാനായിട്ട് 7:20 ആയിട്ടുണ്ട്. 20 മിനിറ്റുകൊണ്ട് നമ്മൾ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ്. എന്തായാലും കുറേ തെറ്റിന്. നാളെ റാങ്ക് വരും. റാങ്ക് വരുമ്പോൾ എടുക്കേണ്ട വീഡിയോ ഉണ്ടാവുന്നറിയില്ല. എന്തായാലും ഒരു 70ൻ്റെ താഴത്തേക്കാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും പഠിച്ചില്ലായിരുന്നു. ഇതെന്തായാലും ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേന് ഈ റാങ്ക് ഞാൻ കൂട്ടും. നാളെ പറഞ്ഞുതരാം. അപ്പോൾ ക്ലാസ് തുടങ്ങാണ്. അപ്പോൾ ഗൈസ് 8:25 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് കെമിസ്ട്രി തീർന്നത്. കെമിക്കൽ ഇക്വിലിബ്രിയം പാർട്ട് 1. ഇനിയിപ്പോൾ ഫിസിക്സ് ഉണ്ട്. എന്തൊന്ന് ടിക്കിടട്ടെ. ഇനിയിപ്പോൾ ഗ്രാവിറ്റേഷൻ പാർട്ട് 2 കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ബ്രേക്കാണ്. ഒരു 1/2 മണിക്കൂർ വേണ്ടി വരില്ല എന്ന് തോന്നുന്നത്. പറപ്പിച്ച് വരണം. പിന്നെയാണ് അത് തീർക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഗ്രാവിറ്റേഷൻ 1 മണിക്കൂർ 39 മിനിറ്റ് ഉണ്ട്. മാക്സിമം കിട്ടാൻ പോകണമെങ്കിൽ 2 മണിക്കൂറൊക്കെയാണ് 11 മണിയാകുമ്പോഴത്തേന്. അപ്പം നോക്കാം. അപ്പോൾ ഗൈസ് ഏകദേശം 8:55 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ് കാണാൻ പോവാണ്. ഇതുവരെ ഹൈപ്പർ ലാബ്സിലൊന്നും വെച്ചില്ലായിരുന്നു കുറേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും വിചാരിച്ചിട്ടാണ്. ഇനിയുള്ളത് എടുക്കുന്നുണ്ട്. എന്തായാലും ഇനി ഇത്തിരി ഉണ്ടാവുള്ളൂ. 9 മണിയോ ഇനി 2 മണിക്കൂറുള്ളൂ. എന്തായാലും ഹൈപ്പർ ലാബ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് കറക്റ്റ് 11 മണി 9 മണി to 11 മണി വരെ ചെറിയൊരു 5 മിനിറ്റിൻ്റെ ബ്രേക്ക്. 5 മിനിറ്റ് എന്ന് പറയാനില്ല, 3 മിനിറ്റിൻ്റെ ബ്രേക്ക് ഇട്ട് എടുത്തിട്ടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു തീർത്ത്. 1 മണിക്കൂർ 39 മിനിറ്റിൻ്റെ വീഡിയോ ഇവിടെ ഇതാ കാണിച്ചിട്ടാ. അത് 1 മണിക്കൂർ 32 മിനിറ്റിൻ്റെ വീഡിയോ ആണ്ട് തീർത്തിട്ടു. അങ്ങനെ ആണ്ട് തീർത്തില്ല, മനസ്സിലായതിന് അത്യാവശ്യമൊക്കെ. പിന്നെ 1.2x ഇട്ടിട്ട് 11 മണി ഇപ്പോൾ ഉറങ്ങേണ്ട ടൈം. ഇനി എഡിറ്റ് ചെയ്യാൻ നേരില്ല. എന്തായാലും നാളെ എണീറ്റ് എഡിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഇനി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ചെറിയ സീൻ കിട്ടി. ആ ടിക്കിടാൻ മറന്നുപോയി. അന്ന് ടിക്കിടണം. അപ്പോൾ ഗൈസ് അത് ടിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഡേ 3 ഇവിടെ തീരുകയാണ്. ഞാൻ കലണ്ടറിൽ ശരി ഇടണം. നാളെ ആകുമ്പോഴത്തേനും അവിടെ ശരി കാണും. അപ്പോൾ അത്രേ ഉള്ളൂ.